ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചോക്ലേറ്റ് ട്രെസ്ലെച്ചസ് കേക്ക് ആണ്. സാധാരണ ചോക്ലേറ്റ് ട്രെസ്ലെച്ചസ് കേക്ക് പോലെയല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചിക്കൂസ് ലൈൻ സ്പെഷ്യൽ ചോക്ലേറ്റ് ട്രെസ്ലെച്ചസ് കേക്കാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു കേക്കാണ്. പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് ഈ ഒരു കേക്കും നമ്മൾ ഓവനും ബീറ്ററും ഇല്ലാതെ മിക്സിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം, എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ പിന്നെ നമുക്ക് നല്ല അടിപൊളി ചോക്ലേറ്റ് ട്രെസ്ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ട്രെസ്ലെച്ചസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 200 ml ആണ്, 120 gram ആണ് വരുന്നത്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം, 3 പ്രാവശ്യം അരിച്ചെടുക്കാം. എല്ലാം കറക്റ്റായിട്ടൊന്ന് മിക്സായി കിട്ടാനാണ്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ട്രേ ഒന്ന് റെഡിയാക്കി വെക്കാം. 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തത്. അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കുകയാണ്. ഓയിൽ ഗ്രീസ് ചെയ്യുന്നത് അധികമായി പോകരുത്. സൈഡിലൊക്കെ ഓയിൽ അധികം ഗ്രീസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൈഡ് ഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞതുപോലെ വരും. ഇനി നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടി മിക്സിയിലാണ് നമ്മുടെ ഈ ഒരു കേക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ബീറ്റർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് ചെയ്യാം. അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ചൂടായി പോകരുത് കേട്ടോ, അത് മിക്സിയിൽ അടിക്കുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. വാനില എസൻസ് ഒഴിച്ച് 30 സെക്കൻഡ് വരെ അടിച്ചു കൊടുത്താൽ മതി, അതിൽ കൂടുതൽ വേണ്ട. ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സാധാരണ ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതപ്പം ഒന്ന് അടിച്ചിട്ടുണ്ട്. ലോ സ്പീഡിൽ തന്നെ ഇട്ട് അടിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതും ഇട്ടിട്ട് ഒന്ന് അടിച്ചാൽ മതി. ഇതൊന്നും ഒരുപാട് സമയം ഇട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇതപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. മൈദ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതൊരു 2-3 പ്രാവശ്യമായിട്ടൊന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വിനീഗർ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് രണ്ടും കൂടെ ഒഴിക്കുമ്പം ചെറുതായിട്ട് പാൽ പിരിഞ്ഞതുപോലെയൊക്കെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അതങ്ങ് മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്യുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഓവർ മിക്സിങ് ആയി പോകരുത്, ജസ്റ്റ് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. ഇനി ഇത് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ സ്ക്യൂർ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഒന്ന് ഉള്ളിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരില്ല. ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. അപ്പോൾ എപ്പോഴും നമ്മൾ നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാവുള്ളൂ. ചിലർക്ക് കേക്കിൻ്റെ ഉള്ളിൽ ഹോൾസ് വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ട് ടാപ്പ് ചെയ്യാത്തതുകൊണ്ടാട്ടോ അങ്ങനെ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒരു 10 മിനിറ്റായിട്ട് പ്രീഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ പ്രീഹീറ്റ് ചെയ്യുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് കേക്ക് ട്രേ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 25 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഈ ഓവൻ സെറ്റപ്പിനെ കുറിച്ചൊക്കെ പലരും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പുതിയതായിട്ട് വരുന്നവരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനെപ്പറ്റിയെല്ലാം ഒരു ബേക്കിംഗ് ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കേക്കിന് ഉപയോഗിക്കുന്ന സാധനങ്ങളെക്കുറിച്ചുള്ള ഒരു ബേക്കിംഗ് ക്ലാസ്സാണ്. അത് അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വെക്കുന്ന പാത്രത്തിൻ്റെ അടപ്പ് കറക്റ്റ് ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെയിറ്റ്സ് എന്തെങ്കിലും വെച്ച് കൊടുത്ത് നന്നായിട്ട് അടച്ചു വെക്കണേ. ഇപ്പോൾ കറക്റ്റ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്കിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല ഡാർക്ക് കളറിൽ കാഡ്ബറീൻ്റെ കൊക്കോ പൗഡറാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നല്ല ഡാർക്ക് കളർ കിട്ടും. നമുക്കൊന്ന് സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കാം. ഒന്നും പറ്റി പിടിച്ചിട്ടില്ല, കറക്റ്റായിട്ടായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടാക്കി എടുക്കാനേ, ചെറിയ തീയിൽ വെച്ച് ചൂടാക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ടത് തിളച്ചിങ്ങനെ വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ചോക്ലേറ്റ് ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 75 gram ഒക്കെ വരും. ഇനി നമുക്ക് തീ അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഓഫാക്കിയിട്ട് ആ ചൂടിൽ, ആ ക്രീമിൻ്റെയും പാത്രത്തിൻ്റെയും ഒക്കെ ചൂടിൽ ഡാർക്ക് കോമ്പൗണ്ട് അങ്ങ് മെൽറ്റായിക്കോളും. അപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഫിയോണേൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. 2 കപ്പ് ക്രീം എടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട്
വിസ്ക് വെച്ചിട്ടും ബീറ്റർ വെച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിപ്പോൾ എങ്ങനെ ചെയ്യണം എന്നറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ബേക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ അത് കാണിക്കുന്നില്ല. അതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റും ക്രീമും കൂടെ ചൂടാക്കി വെച്ചില്ലേ, ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു കുറച്ച് ക്രീം എടുത്ത് മാറ്റി വെക്കുകയാണ്, ഞാൻ മറന്നുപോയി. കാരണം നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട് വൈറ്റ് ക്രീം കൊണ്ട്, അപ്പോൾ അത് കുറച്ചെടുത്ത് മാറ്റി വെക്കുകയാണ്. തണുത്തതിന് ശേഷം മാത്രമേ ക്രീമിൽ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ കണ്ട ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ കേക്ക് സോക്ക് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ മിക്സിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിപ്പം പാൽ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 50 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ബ്രൂവിൻ്റെ ചെറിയ പാക്കറ്റില്ലേ അത്, അപ്പോൾ അതിൻ്റെ ഒരു 1/2 ടീസ്പൂൺ മാത്രം എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, കാരണം കോഫിയുടെ ടേസ്റ്റ് വരികയും ചെയ്യരുത്, എന്നാൽ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും കോഫി പൗഡർ ഇടുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഓഫാക്കിയിട്ടുണ്ട്, നമുക്കതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സ് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, നല്ല ടേസ്റ്റാണ് ഈ ഒരു മിക്സിന്. അപ്പോൾ ഇത് കേക്കിൽ ഒഴിച്ച് കഴിച്ചാലത്തെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ, അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു മിൽക്ക് മിക്സാണ്. അപ്പം കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അടിപൊളി, നല്ല ഹൈറ്റൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ. കേക്ക് കാണാതെ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്കിതൊന്ന് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഈ നീളമുള്ള കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ നൂല് വെച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലൊക്കെ നൂല് വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഇതിപ്പം ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ലെയർ കട്ട് ചെയ്യാണ്. ഒരുപാട് തിക്നെസ് ഒന്നുമില്ല ലെയറിന്. ചിലർക്ക് 3ആയിട്ട് കട്ട് ചെയ്യാൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ചെറിയ ട്രേ എടുത്ത് നോക്കിക്കോളും, അപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റിൽ കിട്ടും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറും 3rd ലെയറും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് മിക്സ് അതൊഴിച്ച് നന്നായിട്ട് സോക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് 1/4 ഭാഗത്തോളം ഇതിലങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം നമ്മുടെ സാധാരണ കേക്ക് പോലെയല്ല, ട്രെസ്ലെച്ചസ് എന്ന് പറയുമ്പോഴത്തേക്കും മിൽക്കിലങ്ങനെ നന്നായിട്ട് സോക്ക് ചെയ്തിരിക്കുന്ന ഒരു കേക്കാണ്. അപ്പോൾ അത് നമ്മൾ കേക്കായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. സാധാരണ ഇങ്ങനെ കേക്കായിട്ടല്ല ചോക്ലേറ്റ് ട്രെസ്ലെച്ചസ് കേക്കൊന്നും ചെയ്യുന്നത്, ബോക്സിലൊക്കെയാണ് ചെയ്ത് കൊടുക്കുക. പക്ഷേ നമുക്കിപ്പോൾ ബർത്ത്ഡേക്കൊക്കെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഈ ഒരു കേക്കായിട്ട് തന്നെയല്ലേ നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ടേൺ ടേബിളിൻ്റെ മേലേക്ക് നമ്മളൊരു കേക്കിൻ്റെ ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ബോർഡിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ആക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇവിടെ വെച്ചിട്ട് കുറച്ചുകൂടെ നമുക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അങ്ങ് കുതിർന്നിരിക്കട്ടെ. വേഗം അബ്സോർബ് ആയിക്കോളൂ കേട്ടോ. അങ്ങനെ അബ്സോർബ് ആവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും അത് നിറഞ്ഞിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ക്രീം ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ക്രീം ആക്കി കൊടുക്കാം. അപ്പോൾ അത് ഒരേ ലെവലിൽ കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട, ഡയറക്റ്റ് തന്നെ അപ്ലൈ ചെയ്താലും മതി. ഇതിപ്പോൾ മിൽക്ക് മിക്സിൽ അങ്ങനെ നന്നായിട്ട് സോക്ക് ചെയ്തിരിക്കുന്ന കേക്കിൻ്റെ ലെയർ, അപ്പം ഇങ്ങനെ ചെയ്യുമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. നമുക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ ടേൺ ടേബിളും ബോർഡൊന്നും ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ടതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. പാലറ്റ് നൈഫ് കൊണ്ട് അതൊന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ കേക്ക് വെക്കുന്ന സമയത്ത് ചെരിഞ്ഞു പോവുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രീം ആ ഭാഗത്ത് കുറച്ചുകൂടെ ക്രീം ആക്കി കൊടുത്ത് ഒന്ന് ലെവലാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള സിറപ്പ് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. ഇതൊരു പാലറ്റ് നൈഫ് വെച്ച് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് സൈഡിലും അതേപോലെ തന്നെ ഒന്ന് ക്രീം ചെയ്ത് കൊടുക്കാം. നമുക്കിതുപോലത്തെ ഒരു സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ ഇതുകൊണ്ടൊന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ലൊരു ഷേപ്പായിട്ട് തന്നെ കിട്ടും. നമ്മൾ പതുക്കെ അങ്ങ് കറക്കിയാൽ മതി. എന്നിട്ട് മോൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. പാലറ്റ് നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് വടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് വൈറ്റ് ക്രീം ആദ്യം എടുത്ത് മാറ്റി വെച്ചില്ലേ, അത് ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു നോസിലാണ് കേട്ടോ ഇടുന്നത്. അത് നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഷേപ്പിൽ അങ്ങ് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും റാ പോലെ അങ്ങ് വരച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ രണ്ട് സൈഡും ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഫുള്ളായിട്ട് ഇതങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കേക്കിൻ്റെ സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് ചോക്ലേറ്റ് ഡ്രിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 30 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പം മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഇളം ചൂടോടുകൂടി തന്നെ നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഡ്രിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചോക്ലേറ്റ് ഗനാഷിലെ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് സൈഡിലൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്ത് കട്ട് ചെയ്തിട്ട് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഡ്രിപ്പ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കേക്ക് നല്ല തണുത്തതായിരിക്കണം. പിന്നെ ഡ്രിപ്പ് ചെയ്യാൻ എടുക്കുന്ന ഗനാഷ് നമ്മൾ സാധാരണ എടുക്കുന്ന ഗനാഷിനെ പോലെ അത്രയും ലൂസായി പോകരുത്, തിക്കായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഡ്രിപ്പ് ചെയ്തിട്ട് അവിടെ അങ്ങ് ഇരിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ താഴോട്ട് അങ്ങ് ഒലിച്ചു പോകും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റിൻ്റെ ബോൾസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഇപ്പോൾ റേറ്റ് വരുന്നത് 120 130 അങ്ങനെ എന്തോ റേറ്റ് ആവും. ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പൈപ്പിംഗ് ബാഗ് കൊണ്ട് ഡിസൈൻ ചെയ്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചോക്ലേറ്റ്സ് എന്തെങ്കിലും വാങ്ങിക്കാൻ കിട്ടുന്നത് ഇട്ടാലും മതി. ഇതിപ്പോൾ ഞാൻ സ്റ്റെയിൻസ് നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മഞ്ചൊക്കെ കഴിക്കുന്ന പോലെ ക്രഞ്ചി ആയിട്ടുള്ള ഒരു ബോളാണ്. ചോക്ലേറ്റ് മാത്രമല്ല. ഇത് നമുക്ക് കയ്യിലേക്ക് എടുത്തിട്ട് രണ്ട് സൈഡിലായിട്ടും അങ്ങ് നിറച്ചും അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിപ്പം ആ സൈഡ് ഇട്ടിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡ് ഇടുകയാണ്. രണ്ട് സൈഡിലും അങ്ങ് നിറച്ചും അങ്ങ് കിടക്കട്ടെ. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്താലും മതി. അതും ഭംഗി തന്നെയായിരിക്കും. പക്ഷേ ഈ ഒരു ഉണ്ട കുഞ്ഞു കുഞ്ഞു മണികൾ കിടക്കുന്ന കാണാൻ ഒരു ഭംഗിയല്ലേ. ഇനി ബാക്കി ഉണ്ടായിരുന്ന ഗണേഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് 6 ആയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും വരച്ചിട്ടുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. സൈഡിലൊക്കെ നല്ല കുഞ്ഞുണ്ട മണികളും നടുക്ക് നല്ല വലിയ വലിയ ബോൾസും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ലുക്ക്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ബർത്ത്ഡേ കൂടെ എഴുതി കൊടുക്കണം. എഴുതാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മൾ ഒരു ചോക്ലേറ്റ് പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് എഴുതുന്നത്. അത് നമുക്ക് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പ്ലേറ്റിലേക്ക് 2 ഷീറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ആയാലും മതി. അതിലേക്ക് ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തത്, വെറുതെ മെൽറ്റ് ചെയ്തതാണ്, ക്രീമൊന്നും ചേർക്കാതെ മെൽറ്റ് ചെയ്തതാണ്. അത് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ ഒരു ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചാലും മതി. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ 2 ഷീറ്റിലും ഒഴിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ഫ്രീസറിലേക്ക് വെക്കാം. അത് 5 മിനിറ്റ് ഫ്രീസറിൽ വെക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തിക്കായി കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അതിപ്പോൾ നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് എടുക്കാം. ഈ ഷീറ്റ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ചിലപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ കട്ടായി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡ് അത്രയ്ക്ക് ഷേപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കത്തി ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ പതുക്കെ ഇങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ലെവലിൽ കിട്ടും. ചൂടാക്കാതെ വെച്ചാൽ പൊട്ടിപ്പോവേ. ഇതിപ്പോൾ കാണുമ്പോൾ ഒരു മരത്തിൻ്റെ പീസൊക്കെ പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്റ്റൈലിൽ ഒരു പേരെഴുതി കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് സൈത്തേട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ബർത്ത്ഡേ ആയത് പ്രമാണിച്ചുണ്ടാക്കിയ ഒരു കേക്കാണ്. അപ്പോൾ ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ മോള് പറഞ്ഞു ഞാൻ എഴുതി നോക്കട്ടെ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അവളാണ് ഇപ്പോൾ എഴുതുന്നത്. അതിൻ്റെ മുകളിലേക്ക് അതേ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അങ്ങ് പേരെഴുതി കൊടുക്കുകയാണ്. വൈറ്റ് കോമ്പൗണ്ട് എഴുതിയാലും മതി കേട്ടോ. ഒരു വൈറ്റ് കളറിൽ കിട്ടും. പക്ഷേ ആൻറ്റിക് ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കളറിൽ തന്നെ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് എഴുതി നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് ഫ്രീസറിലേക്ക് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തിക്കായിട്ട് കിട്ടും. നമുക്ക് ആ ഒരു എഴുത്തിന് ഒരു ഗോൾഡൻ കളർ കൊടുക്കാനാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ തിന്നായിട്ടുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. ഇനി ആ പെയിൻറ്റ് കൊണ്ട് എഴുതിയതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. ആ ഒരു ബ്രൗൺ കളർ ഒരു മരത്തിൻ്റെ കഷ്ണത്തിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ എന്താ പറയുക സുവർണ്ണ ലിപികളിൽ എഴുതിയതുപോലെയൊക്കെ ഉണ്ട് കാണാനായിട്ട്. ഒരു ആൻറ്റിക് പീസ് പോലെ ഇരിക്കുന്നു കാണാൻ. അതുപോലെ തന്നെ പേര് എഴുതാണ് ഹാപ്പി ബർത്ത്ഡേ സജിത് രാജ് എന്നാണ് എഴുതുന്നത്. സാധാരണ എപ്പോഴും അച്ഛ എന്നാണ് എഴുതാറ്. ഈ പ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചതാണ്. പേര് തന്നെ എഴുതാമെന്ന് വിചാരിച്ചു. അതപ്പം എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കേക്കിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ മുകളിൽ ജസ്റ്റ് വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അവിടെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ പേരെഴുതിയതും കുറച്ച് ഗ്യാപ്പിട്ട് വെച്ച് കൊടുക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ടല്ലേ. ഒരു എന്താ പറയുക ആൻറ്റിക് പീസൊക്കെ വെച്ച നമ്മുടെ മിൽക്ക് മിക്സിലൊക്കെ ഇങ്ങനെ വിങ്ങി പൊട്ടാൻ റെഡി ആയിട്ടിരിക്കുന്ന നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് ട്രെസ്ലെച്ചസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നല്ല കേട്ടോ കട്ട് ചെയ്യേണ്ടത്. നാളെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ തന്നെയാണ് കൂടുതൽ ടേസ്റ്റ്. ഇന്ന് കട്ട് ചെയ്ത് കഴിക്കാനും ടേസ്റ്റൊക്കെ തന്നെയാണ്. പിന്നെ ഞാനിതിടയ്ക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചോക്ലേറ്റ് ഡെക്കറേഷനൊക്കെ ചെയ്യുന്ന ആ സമയത്തൊക്കെ ഫ്രിഡ്ജിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ട് കുറച്ച് തണുത്തിട്ടുണ്ട്.
ശരിക്കും ഇതിൽ ചോക്ലേറ്റ് മിൽക്ക് മിക്സ് എന്ന് പറയുന്നത് നിറച്ചുണ്ട്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 കപ്പോളം മിൽക്ക് മിക്സ്, ചോക്ലേറ്റ് മിൽക്ക് മിക്സാണ് ഇതിനകത്ത് കേക്കിലുള്ളത്. അത്രയും കുതിർന്ന് നല്ല സോക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. പക്ഷേ ഇത് കാണുമ്പോൾ കട്ട് ചെയ്യാൻ തോന്നില്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സാധാരണ ഞാനാണ് കട്ട് ചെയ്യുന്നത്, പക്ഷേ ഇപ്രാവശ്യം സൈതറിനാട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്തു. Happy birthday! Clap, 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 clap. എന്താ പറയാ, അത്രയ്ക്ക് ജ്യൂസി എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ പറയാ, ഈ ചോക്ലേറ്റ് മിൽക്ക് മിക്സിലിങ്ങ് കുളിച്ചിരിക്കുന്ന കേക്ക് അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചോക്ലേറ്റിൻ്റെ കയ്പോ അങ്ങനത്തെ ഒന്നുമില്ല, നല്ലൊരു ഫ്ലേവറാണ്. എനിക്ക് ശരിക്കും പിന്നെ പിന്നെയും കഴിക്കാൻ തോന്നുന്ന ഒരു കേക്ക് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി കേക്കാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിപ്പം 1 കിലോയും കുറച്ചും കൂടെ കൂടുതലും വരുന്ന ഒരു കേക്കാണ്. ഇതിനിപ്പോൾ റേറ്റ് വരുന്നത് 1000 രൂപ മുതൽ 1200 രൂപ വരെയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൂസ്റ്റൈൻ സ്പെഷ്യൽ ചോക്ലേറ്റ് ട്രെസ്ലെച്ചസ് കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.